നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങി താര സ്ഥാനാർത്ഥികൾ. പ്രചാരണ വേളയിൽ വലിയ ആവേശം നൽകിയ താര സ്ഥാനാർത്ഥികൾ പലരും മൂന്നാം നിരയിൽ മാത്രം ഒതുങ്ങി. സിനിമ ടെലിവിഷൻ മേഖലയിൽ നിന്ന് ഒരേയൊരു താരം മാത്രമാണ് ഇത്തവണ നിയമസഭയിലെത്തുന്നത്. നിരവധി പ്രമുഖർ മത്സരിച്ചെങ്കിലും ഒരാൾ മാത്രം വിജയം കണ്ടു. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി മാത്രമാണ് നിയമസഭയിലെ താരസാന്നിധ്യം. 3 മുന്നണികളും താരങ്ങളെ ഇറക്കിയെങ്കിലും ഏറ്റവും കൂടുതൽ താരങ്ങളെ മത്സരത്തിനയച്ചത് NDA ആണ്. 2 താരങ്ങളെ വീതം LDFും ഒരാളെ UDFും താരമത്സരാർത്ഥികളായി ഗോദയിലിറക്കി. തിരുവനന്തപുരം ജില്ലയിൽ 2 താര സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ LDFനായി നടൻ സുധീർ കരമനയും അരുവിക്കരയിൽ BJP സ്ഥാനാർത്ഥിയായി നടൻ വിവേക് ഗോപനുമാണ് മത്സരിച്ചത്. എന്നാൽ ഇരുവരും പരാജയപ്പെട്ടു. അരൂരിൽ സിറ്റിംഗ് MLAയും ഗായികയുമായ ദലീമ ജോജോയായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയെങ്കിലും വിജയിച്ചില്ല. കൊല്ലം ജില്ലയിലും 2 താരങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നു. പത്തനാപുരത്ത് ഇടത് സ്ഥാനാർത്ഥിയും നടനും ഗതാഗത മന്ത്രിയുമായ KB ഗണേഷ് കുമാറിനെ കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമക്കാല തോൽപ്പിച്ചു. കുണ്ടറയിൽ BJP സ്ഥാനാർത്ഥിയായി എത്തിയ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും തോൽവി തന്നെ ഫലം. എറണാകുളം ജില്ലയിൽ 3 മണ്ഡലങ്ങളിലാണ് താരസാന്നിധ്യമുണ്ടായിരുന്നത്. തൃക്കാക്കരയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന നടനും സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ, തൃപ്പൂണിത്തുറയിലെ BJP സ്ഥാനാർത്ഥി നടി അഞ്ജലി നായർ, അങ്കമാലിയിൽ മത്സരിച്ച ടെലിവിഷൻ താരം പ്രോമി കുര്യാക്കോസ് എന്നിവർ മത്സരിച്ചെങ്കിലും ആരെയും തുണച്ചില്ല. പ്രചാരണ കാലത്ത് ട്രോളുകളിലൂടെയും റീൽസിലൂടെയും സോഷ്യൽ മീഡിയ നിറഞ്ഞുനിന്ന താരങ്ങൾക്ക് പക്ഷേ വിജയിക്കാനായില്ല. BJPയുടെ താരസ്ഥാനാർത്ഥികളിൽ ഒരാളായ മേജർ രവി ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ചെങ്കിലും 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.